ഗുഡ് മോർണിംഗ് മക്കളെ, എന്നാണ് വിശേഷമൊക്കെ? നമ്മൾ അരിത്മെറ്റിക് സീക്വൻസിന്റെ ബാക്കി ക്വസ്റ്റ്യൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 6. ഞാൻ ഫുൾ ക്വസ്റ്റ്യൻസ് എഴുതിയിട്ടില്ല. ക്വസ്റ്റ്യൻ ഇതാണ്: ഫൈൻഡ് ദ കോളം ഫിൽ ദ കോളം സോ ദാറ്റ് ഈച്ച് കോളം ആൻഡ് റോ ആർ ഇൻ അരിത്മെറ്റിക് സീക്വൻസ് എന്ന്. റോയും കോളം നിങ്ങൾക്ക് അറിയത്തില്ലേ? എന്താ ഇത്? ഇത് റോസ്, ഇത് കോളം അല്ലേ? ഇതാണ് ഫസ്റ്റ് റോ, ഇത് സെക്കൻഡ് റോ, ഇത് തേർഡ് റോ, ഇത് ഫോർത്ത് റോ. അതുപോലെ കോളംസ് ഇവിടെ ഉണ്ട്. ഇത് ഫസ്റ്റ് കോളം, സെക്കൻഡ് കോളം, തേർഡ് കോളം, ഫോർത്ത് കോളം. നമ്മളിത് ഫില്ല് ചെയ്യണം. അത് ചുമ്മാ ഫില്ല് ചെയ്താൽ പോരാ, അരിത്മെറ്റിക് സീക്വൻസ് ആയിരിക്കണം. അതായത് ഇങ്ങനെ പോകുന്നത്, ഇങ്ങനെ നോക്കിയാലും അരിത്മെറ്റിക് സീക്വൻസ്, അതായത് റോ ബേസിലും അരിത്മെറ്റിക് സീക്വൻസ് ആയിരിക്കണം, കോളം ബേസിലും അരിത്മെറ്റിക് സീക്വൻസ് ആയിരിക്കണം. നമുക്ക് ചെയ്യാം, സിമ്പിൾ ആയിട്ടുള്ളത്. ഇപ്പൊ ഇവിടെ നമുക്ക് 4 നമ്പേഴ്സ് ഉണ്ട് അല്ലേ? 1, 4, 7, 28. അപ്പൊ ഇതിൽ വെച്ചിട്ട് നമ്മൾ ആദ്യം ഇത് കണ്ടുപിടിക്കണം. ചുമ്മാ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ചെയ്തിട്ട് കാര്യമില്ല. നമ്മൾ ഓർഡർ ആയിട്ട് ചെയ്തിട്ട് നമുക്കിത് ഫുള്ള് കണ്ടുപിടിക്കണം. ഇതുപോലൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എക്സാമിന് വരില്ല, പക്ഷേ ഇത് നിങ്ങൾക്ക് പ്രാക്ടീസാണ്. ഏതാണ്? അരിത്മെറ്റിക് സീക്വൻസിൽ നമ്പേഴ്സ് കണ്ടുപിടിക്കാനുള്ള പ്രാക്ടീസ് തരാൻ വേണ്ടിയാണ് കേട്ടോ. നോക്കിയേ, നമുക്ക് ഇങ്ങനെ ചെയ്യാം. അതായത് ഫസ്റ്റ് റോയും ചെയ്യാം, ഫോർത്ത് റോയും ചെയ്യാം. പിന്നെ നമുക്ക് കോളംസ് ചെയ്താൽ ഫുള്ളായിട്ട് കിട്ടും. മനസ്സിലായോ? അല്ലാതെ ഇങ്ങോട്ട് ചെയ്തു ഇങ്ങോട്ട് ചെയ്തു അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ആദ്യം ഫസ്റ്റ് റോ കിട്ടുമ്പോൾ ഇതെല്ലാം കിട്ടും. പിന്നെ ഫോർത്ത് റോ കിട്ടുമ്പോൾ ഇതെല്ലാം കിട്ടും. പിന്നെ ഓരോ കോളംസ് ചെയ്താൽ, അതായത് നമുക്ക് അരിത്മെറ്റിക് സീക്വൻസ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ഏതൊക്കെ മതി? കോമൺ ഡിഫറൻസ് വേണം. കോമൺ ഡിഫറൻസ് വേണമെങ്കിൽ ഫസ്റ്റ് നമ്പരും ലാസ്റ്റ് നമ്പരും 2 നമ്പേഴ്സ് കിട്ടിയാൽ മതി. 2 പൊസിഷനിൽ കിടക്കുന്ന നമ്പേഴ്സ് കിട്ടിയാൽ പോരെ? കൺഫ്യൂഷൻ ആവുന്നതാണ് ഞാൻ പറയുന്നത്. നമുക്ക് നോക്കാം. നമുക്ക് സിമ്പിളാണ്, ഞാൻ പറഞ്ഞ വേറെ ഒന്നുമില്ല, നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇങ്ങനെ നോക്കി, ആദ്യം ഫസ്റ്റ് റോ ചെയ്യാം. ഫസ്റ്റ് റോയിലെ നമ്പേഴ്സ്, ഫസ്റ്റ് റോ. ഇത് മക്കളെ മോളേന്ന് വിളിച്ചു. ഓക്കെ, മക്കളും കാണുന്നുണ്ടല്ലോ അല്ലേ? എല്ലാവരും കാണുന്നുണ്ട്. ഓക്കെ, ഇതാണ് ഫസ്റ്റ് റോ. ഫസ്റ്റ് റോയിലെ നമ്പേഴ്സ് കണ്ടുപിടിക്കാൻ പോവാണ്. അപ്പൊ നമുക്കിവിടെ 2 നമ്പേഴ്സ് വന്നിട്ടുണ്ട്. ഫസ്റ്റ് നമ്പരും ഉണ്ട്, ഫോർത്ത് നമ്പരും ഉണ്ട് ഇല്ലേ? അപ്പൊ ഞാൻ എഴുതുവാണ്. ഫസ്റ്റ് റോയിലാണ് ഫസ്റ്റ് നമ്പർ എത്രയാ? 1. ഫോർത്ത് നമ്പർ എത്രയാ? 4. ഇത് രണ്ടും ഉണ്ടെങ്കിൽ ഞാൻ എന്നാ കണ്ടുപിടിക്കും? കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കും. അതായത് 2 പൊസിഷനിലുള്ള നമ്പേഴ്സ് തന്നിട്ടുണ്ടെങ്കിൽ ഞാൻ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കും. അതിനുവേണ്ടി നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഡിഫറൻസ് ഇൻ പൊസിഷൻ. 2 പൊസിഷനിലുള്ളതാണ്, ഫസ്റ്റ് പൊസിഷനിലും ഫോർത്ത് പൊസിഷനിലും. ആദ്യം ഞാൻ என்ன ചെയ്യും? ഡിഫറൻസ് ഇൻ പൊസിഷൻ. ദാറ്റ് ഈസ് 4 - 1 = 3. അതിനുശേഷം എന്ത് കണ്ടുപിടിക്കും? ഡിഫറൻസ് ഇൻ നമ്പേഴ്സ്. നമ്മൾ ചെയ്തിട്ടുണ്ട് ഇതെല്ലാം. ഡിഫറൻസ് ഇൻ നമ്പേഴ്സ് ഏതൊക്കെയാ നമ്പേഴ്സ്? 4ഉം 1ഉം. അത് 4 - 1, അത് എത്രയാണ്? 3. അപ്പൊ നമുക്ക് കോമൺ ഡിഫറൻസ് കിട്ടി. കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിഫറൻസ് ഇൻ നമ്പേഴ്സ്. നമ്മൾ ചെയ്തിട്ടില്ല ഇതുപോലത്തെ. ഡിഫറൻസ് ഇൻ നമ്പേഴ്സ് ബൈ ഡിഫറൻസ് ഇൻ പൊസിഷൻ. ദാറ്റ് ഈസ് 3/3 = 1. കോമൺ ഡിഫറൻസ് 1 കിട്ടി. അപ്പൊ നമുക്ക് ഇതിനകത്തെ നമ്പേഴ്സ് ഫില്ല് ചെയ്യാൻ മേലെ. അപ്പൊ സെക്കൻഡ് നമ്പർ എന്നായിരിക്കും? നോക്കി, സെക്കൻഡ് നമ്പർ എന്നായിരിക്കും? നമ്മുടെ ഫസ്റ്റ് പൊസിഷനിൽ കിടക്കുന്ന നമ്പറിന്റെ കൂടെ നമ്മുടെ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുക. എത്ര കിട്ടി? 2. കണ്ടോ, ഇവിടെ 2 എഴുതി. ഇനി നമുക്ക് തേർഡ് പൊസിഷനിലെ കണ്ടുപിടിക്കാം. തേർഡ് പൊസിഷനിലെ നമ്പർ കാണാൻ എന്നാ ചെയ്താൽ മതി? സെക്കൻഡ് പൊസിഷനിലെ നമ്പറിന്റെ കൂടെ നമ്മുടെ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്തു 3. അല്ലെങ്കിൽ ഫോർത്ത് പൊസിഷനിൽ കിടക്കുന്ന നമ്പറിൽ നിന്ന് നമ്മുടെ കോമൺ ഡിഫറൻസ് ചെയ്തു. ഞാൻ പറഞ്ഞില്ല, ലെഫ്റ്റിലോട്ടാണ് ചെയ്തെങ്കിൽ ഡിഫറൻസ്, റൈറ്റിലോട്ടാണ് പോകുന്നതെങ്കിൽ അഡീഷൻ 3. അപ്പൊ നമുക്ക് നമ്പേഴ്സ് കിട്ടിയല്ലോ. 1, 2, 3, 4. അരിത്മെറ്റിക് സീക്വൻസിലാണ് 1 ആണ് കോമൺ ഡിഫറൻസ് ഉള്ളത് അല്ലേ? അപ്പൊ ഇനി അടുത്ത് കാണാൻ പോകുന്നത്, ഞാൻ പറഞ്ഞ ഇനി അടുത്തത് കാണാമെന്നാ പറഞ്ഞത്. നമുക്ക് അടുത്തത് ഏത് കാണാം? ഫോർത്ത് റോ. ഏതാണ്? ഫോർത്ത് റോ. ഇതല്ലേ റോ? ഇതല്ലേ ഇങ്ങനെ കിടക്കുന്നല്ലേ റോ? അപ്പൊ ഫോർത്ത് റോയിലെ ഫസ്റ്റ് പൊസിഷനിൽ കിടക്കുന്ന നമ്പർ എത്രയാണ്? 7. ഇനി അടുത്ത പൊസിഷൻ 28 കിടപ്പുണ്ട്. എത്രാമത്തെ പൊസിഷനിലാണ്? ഫോർത്ത് പൊസിഷനിൽ എത്ര കിടപ്പുണ്ട്?
28 കിടപ്പുണ്ട് അല്ലേ. ഇനി നമുക്ക് പഴയ പോലെ തന്നെ കോമൺ ഡിഫറൻസ് കാണണം. കോമൺ ഡിഫറൻസ് കാണണമെങ്കിൽ നമ്മൾ ഡിഫറൻസ് ഇൻ പൊസിഷൻ, ഡിഫറൻസ് ഇൻ, ഞാൻ പി എന്നൊക്കെ എഴുതുന്നു. ഡിഫറൻസ് ഇൻ പൊസിഷൻ ഏതൊക്കെയാണ്, ഏതൊക്കെ പൊസിഷനിലാണ് കിടക്കുന്നത്? ഫസ്റ്റ് പൊസിഷനിലും ഫോർത്ത് പൊസിഷനിലും. അപ്പൊ നമ്മൾ എന്നാ എഴുതും? 4 - 1 3. ഇനി നമ്മൾ ഡിഫറൻസ് ഇൻ നമ്പേഴ്സ്, ഡിഫറൻസ് ഇൻ നമ്പേഴ്സ് കാണുമ്പോൾ 28 ഫോർത്ത് പൊസിഷനിൽ കിടക്കുന്നതിൽ നിന്ന് ഫസ്റ്റ് പൊസിഷനിൽ കിടക്കുന്നത് സബ്ട്രാക്ട് ചെയ്യും. -7 വരും മക്കളെ 21. 28 നിന്ന് 7 പോകെ 21 അല്ലേ. അപ്പൊ നമുക്ക് കോമൺ ഡിഫറൻസ് കാണാമല്ലോ. എങ്ങനെയാണ്? ഡിഫറൻസ് ഇൻ നമ്പേഴ്സ് ഡിവൈഡഡ് ബൈ ഡിഫറൻസ് ഇൻ പൊസിഷൻ. എത്രയാണ്? 21നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 7. ഇവരുടെ കോമൺ ഡിഫറൻസ് കിട്ടി 7. ഇനി നമുക്ക് ഇവിടെ കിടക്കുന്ന കാണാം, ഇവിടെ കിടക്കുന്ന കാണാം. ഇത് ഫസ്റ്റ് നമ്പർ കിട്ടി, ഫസ്റ്റ് പൊസിഷനിലുള്ള. ഇനി സെക്കൻഡ് പൊസിഷനിലുള്ള എന്നെ കാണണമെങ്കിൽ, അതായത് ഇവിടുത്തെ കാണണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഫസ്റ്റ് പൊസിഷനിൽ കിടക്കുന്നതിൻ്റെ കൂടെ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്തോ. 7 + 7 14. ഇവിടുത്തെ കിട്ടിയില്ലേ 14. അടുത്ത ഇനി തേർഡ് പൊസിഷനിലെ, ഇതിലെ തേർഡ് പൊസിഷൻ, തേർഡ് പൊസിഷനിലെ കാണണമെങ്കിൽ 14ന്റെ കൂടെ സെക്കൻഡ് പൊസിഷനിലെ നമ്പറിൻ്റെ കൂടെ കോമൺ ഡിഫറൻസ് 7 21 അല്ലേ. കണ്ടോ ഇവിടെ 21. നമുക്ക് കോമൺ ഡിഫറൻസ് 7. അപ്പോൾ 21 7 കൂട്ടിയാൽ 28 കിട്ടിയില്ലേ. സിമ്പിൾ അല്ലേ. അപ്പൊ ഇത്രയും കിട്ടി. ഇനി ഇത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മളോട് തീർന്നില്ല, ചെയ്ത് തീർന്നില്ല. നമുക്കിത് മൊത്തം നമ്മൾ ഈ പാസിലൊക്കെ ഫില്ല് ചെയ്യുന്ന പോലെ എല്ലാ കോളും ഇപ്പൊ ഇത്രേ കിട്ടിയിട്ടുള്ളൂ. ഇവിടെ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. നമുക്കിത് ഈ 2 കോളങ്ങളും കൂടെ ഫില്ല് ചെയ്യണം. അപ്പം എങ്ങനെ ഫില്ല് ചെയ്യും? എന്ത് ചെയ്യാൻ മതി? ഇനി എല്ലാം റോസ് കണ്ടാൽ മതി. റോസിന്റെ ഇത് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഇടയ്ക്കുള്ള സംഖ്യകളും കിട്ടും. അപ്പൊ സോറി, റോസ് അല്ലല്ലോ, കോളം. ഇതാ റോ, ഇത് കോളം. ഇനി കോളംസ് നമ്മൾ ആകെ ചെയ്യുന്ന ഇപ്പൊ ഇതുപോലെ ഒരെണ്ണം നിങ്ങൾക്ക് അഥവാ വരുവാണെങ്കിൽ, വരികയല്ല കേട്ടോ, കാരണം നിങ്ങൾ ഇത് അരിത്മെറ്റിക് സീക്വൻസിൽ കോമൺ ഡിഫറൻസ് വേണ്ടി ചെയ്യിക്കാൻ വേണ്ടി പഠിപ്പിക്കുന്നതാണ്. അഥവാ വന്നാൽ പോലും നിങ്ങൾ ആദ്യം ഫസ്റ്റ് റോയും ലാസ്റ്റ് റോയും ചെയ്യണം. ഇത് രണ്ടും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ കോളം വൈസ് എല്ലാം ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ നമ്മൾ ഫസ്റ്റ് കോളം, ഇതാണ് ഫസ്റ്റ് കോളം. ഫസ്റ്റ് കോളം ചെയ്യുവാണ്. ഫസ്റ്റ് നമ്പർ എത്രയാണ്? ഫസ്റ്റ് പൊസിഷനിൽ കിടക്കുന്ന നമ്പർ 1. ഇനി അടുത്ത 1 2 3 4 അല്ലെ. ഫോർത്ത് പൊസിഷനിൽ കിടക്കുന്നത് എത്രയാണ്? 7. ഇനി നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ഡിഫറൻസ് ഇൻ പൊസിഷൻ ഏതൊക്കെയാണ്? 1 ഉം 4. അപ്പം 4 - 1 3. അടുത്ത ഡിഫറൻസ് ഇൻ നമ്പേഴ്സ് ഏതൊക്കെയാണ്? 7 ഉം 1 ഉം. 7 - 1 6. ഇനി കോമൺ ഡിഫറൻസ് തന്നെ വേണം. ഡിഫറൻസ് ഇൻ നമ്പേഴ്സ് ബൈ, മനസ്സിലാകുന്നില്ലേ മക്കളെ? നമുക്കറിയാവുന്ന കാര്യം തന്നെ കേട്ടോ. ഡിഫറൻസ് ഇൻ നമ്പേഴ്സ് ബൈ ഡിഫറൻസ് ഇൻ പൊസിഷൻ. ഡിവൈഡ് ചെയ്തേ 2. കോമൺ ഡിഫറൻസ് 6നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2. ഇനി നമുക്ക് സെക്കൻഡ് നമ്പർ കണ്ടുപിടിക്കാൻ മേലെ. സെക്കൻഡ് നമ്പർ എത്രയായിരിക്കും? സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റിന്റെ കൂടെ, ഫസ്റ്റ് എത്രയാ? 1. അതിൻ്റെ കൂടെ കോമൺ ഡിഫറൻസ് കൂട്ടുക. 1 + 2 3. കണ്ടോ, ഈ കോളം കിട്ടി. 3 കിട്ടിയില്ലേ? ഓക്കെ, ഇനി തേർഡ് കാണണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? സെക്കൻഡിന്റെ കൂടെ, അതായത് 3യുടെ കൂടെ കോമൺ ഡിഫറൻസ് ആയിട്ടുള്ള 2 കൂട്ടുക. 5. കണ്ടോ, ഇത് 2 വീതമല്ലേ. 1 + 2 3, 3 + 2 5, 5 + 2 6. അതെന്തിനാ പോയേക്കുന്നത്? അരിത്മെറ്റിക് സീക്വൻസിലാണ് പോയേക്കുന്നത്. ഇനി നമ്മൾ അടുത്ത ഏതാ ചെയ്യാൻ പോകുന്നത്? ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും ഏറ്റവും എളുപ്പം അല്ലെ. ആകെ കോളമായിപ്പോ ആദ്യം ഫസ്റ്റ് റോ, ലാസ്റ്റ് റോ, പിന്നെ ഓരോ കോളം. അടുത്ത ഇനി സെക്കൻഡ് കോളമാണ് ചെയ്യാൻ പോകുന്നത്. സെയിം ചെയ്യുന്ന പോലെ തന്നെയാണ് കേട്ടോ, ഇനി പ്രത്യേകിച്ച് വേണ്ട. ഫസ്റ്റ് നമ്പർ എത്രയാണ്? ഞാൻ ഇച്ചിരി സ്പീഡിൽ പറയും കേട്ടോ. ഫസ്റ്റ് നമ്പർ 2, ലാസ്റ്റ് നമ്പർ അതായത് ഫോർത്ത്, ലാസ്റ്റ് നല്ല പറയണ്ട, ഫോർത്ത് നമ്പർ 40. കാരണം നമുക്ക് പൊസിഷൻ അത്യാവശ്യം. ലാസ്റ്റ് എന്ന് ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ പോരാ, ഫസ്റ്റും വേണം, ലാസ്റ്റത്തെ പൊസിഷൻ ഫോർത്ത് പൊസിഷനാണ്. 1 2 3 4, അങ്ങനെ ഫോർത്ത്. ആദ്യം ഡിഫറൻസ് ഇൻ പൊസിഷൻ ഏതൊക്കെയാണ്? 1 ഉം 4. അപ്പോൾ 4 - 1 3. അടുത്ത് തന്നെയാണ് ഡിഫറൻസ് ഇൻ നമ്പേഴ്സ് ഏതൊക്കെയാണ്? 14 ഉം 12. അപ്പോൾ എത്ര കിട്ടി? 12. ഇനി കോമൺ ഡിഫറൻസ് എത്രയാ? ഡിഫറൻസ് ഇൻ നമ്പേഴ്സ് ബൈ ഡിഫറൻസ് ഇൻ പൊസിഷൻ 3. എത്ര വരും?
4 ആണ് അല്ലേ? ഇപ്പൊ കോമൺ ഡിഫറൻസ് എത്ര കിട്ടി? 4. അപ്പൊ നമുക്ക് സെക്കൻഡ് നമ്പർ കണ്ടുപിടിക്കാമല്ലോ. സെക്കൻഡ് നമ്പർ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പൊസിഷനിൽ കിടക്കുന്ന നമ്പർ 2ന്റെ കൂടെ നമ്മുടെ കോമൺ ഡിഫറൻസ് കൂട്ടുക. കോമൺ ഡിഫറൻസ് 4, 4 + 2 6. അതുപോലെ തേർഡ് നമ്പർ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇവിടെ എത്ര കിട്ടി? 6. ഇതിന്റെ കൂടെ സെക്കൻഡ് പൊസിഷനിൽ കിടക്കുന്നതിന്റെ കോമൺ ഡിഫറൻസ് 10 ആണോ? ഇവർ അരിത്മെറ്റിക് സീക്വൻസ് ആണോ? അതായത് ഇവരുടെ കോമൺ ഡിഫറൻസ് 4, 4 + 2 6, 6 + 2 6 + 4 10, 10 + 4 40 ആണല്ലോ. ഓക്കെ, ഇനി നമ്മൾ അടുത്ത കാണാൻ പോകുന്നത് തേർഡ് കോളം. 2 കോളം കൂടെ ചെയ്യാനുണ്ട്. തേർഡ് കോളം. തേർഡ് കോളത്തിൽ ഇതുപോലെ തന്നെ ഫസ്റ്റ് പൊസിഷനിൽ ആരാണ്? 3. ഫോർത്ത് പൊസിഷനിൽ ആരാണ്? 21 അല്ലേ? ഓക്കെ, അപ്പൊ ഇതുപോലെ ആദ്യം എന്നാ ചെയ്യുന്നത്? ഡിഫറൻസ് ഇൻ പൊസിഷൻ. പൊസിഷൻ ഫസ്റ്റും ഫോർത്തും ആണ്. 4 - 1 3. അടുത്ത ഡിഫറൻസ് ഇൻ നമ്പേഴ്സ്. നമ്പേഴ്സ് ഏതൊക്കെയാണ്? 21 - 3. അപ്പൊ എത്ര വരും? 7 - 3 10 8 - 3 അല്ലേ? 18. ഓക്കെ, ഇപ്പൊ കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഡിഫറൻസ് ഇൻ നമ്പേഴ്സ് ബൈ ഡിഫറൻസ് ഇൻ പൊസിഷൻ. അപ്പൊ എത്ര വരും? 6 അല്ലേ? 3 18. അപ്പൊ നമുക്ക് സെക്കൻഡ് നമ്പർ കണ്ടുപിടിക്കാൻ പോവാണ്. സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് കിടക്കുന്ന പൊസിഷനിലെ നമ്പർ 3യുടെ കൂടെ കോമൺ ഡിഫറൻസ് 6 കൂട്ടുക. എത്ര വന്നു? 9. ഇനി തേർഡ് നമ്പർ നോക്കാം. 9ന്റെ കൂടെ സെക്കൻഡ് പൊസിഷനിൽ കിടക്കുന്ന 9ന്റെ കൂടെ കോമൺ ഡിഫറൻസ് 15 ആണോ? 6 വീതം കൂടിയാണോ? 6 - 3 9, 9 - 6 15, 15 6 21. 6 വീതം കൂടി. ഇനി ഒറ്റ ഒന്നും കൂടെ ഉള്ളു. നമ്മുടെ പ്രോബ്ലം തീരാറായിട്ടുണ്ട്. എത്രയാണ്? ഫസ്റ്റ് പൊസിഷനിൽ കിടക്കുന്ന നമ്പർ 4, പോലെ ഫോർത്ത് പൊസിഷനിൽ കിടക്കുന്ന നമ്പർ 28. മുമ്പത്തെ പോലെ ഡിഫറൻസ് ഇൻ പൊസിഷൻ ഏതൊക്കെയാണ്? 4ഉം പൊസിഷൻ ഫസ്റ്റും ഫോർത്തും. അപ്പോൾ 4 - 1 3. ഇവിടെ എല്ലാം പൊസിഷൻ സെയിം ആയിരുന്നു കേട്ടോ. ഡിഫറൻസ് ഇൻ നമ്പേഴ്സ് നോക്കാം. 28 - 4 എത്രയാണ്? 24. അപ്പോൾ കോമൺ ഡിഫറൻസ് എത്രയാ? ഡിഫറൻസ് ഇൻ നമ്പേഴ്സ് ബൈ ഡിഫറൻസ് ഇൻ പൊസിഷൻ 8 24. ഇനി അപ്പോൾ നമ്മള് സെക്കൻഡ് നമ്പർ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് കിടക്കുന്ന 4ന്റെ കൂടെ കോമൺ ഡിഫറൻസ് 12 കിട്ടി. ഇനിയും തേർഡ് നമ്പർ എന്ന് പറഞ്ഞാൽ സെക്കൻഡ് പൊസിഷനിൽ കിടക്കുന്ന 12ന്റെ കൂടെ കോമൺ ഡിഫറൻസ് 20 അല്ലേ? ഇത് 8 വീതം കൂടിയല്ലേ? 8 - 4 12, 12 8 20, 20 8 28. ഇങ്ങനെ ചുമ്മാ മാത്രം പോരാ. ഇപ്പൊ നമ്മൾ എഴുതിയ കറക്റ്റ് ആണോ നോക്കണം. ഇങ്ങനെ അരിത്തമെറ്റിക് സീക്വൻസ് ആയിരിക്കണം, ഇങ്ങനെ അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. ഇതൊക്കെ ഇത് നമ്മൾ 1 വീതം. ഇത് നോക്കി, ഇത് എത്ര വീതമാണ്? 3 വീതം. 3 - 3 6, 6 - 3 9, 9 - 3 12 അല്ലേ? 3 വീതം അല്ലേ? ഇതോ 5 വീതം. 5 5 10, 10ന്റെ കൂടെ 5 കൂട്ടിയാൽ 15, 15ന്റെ കൂടെ 5 കൂട്ടിയാൽ 20 അല്ലേ? ഇതോ 7 വീതം. 7 + 7 14, 14 + 7 21, 21 + 7 28. അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം എന്താണ്? അരിത്തമെറ്റിക് സീക്വൻസിൽ തന്നെയാണ്. പിന്നെ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത്, പിന്നെ അവർ ക്വസ്റ്റ്യൻ്റെ ബാക്കി ചോദിച്ചിട്ടുണ്ട്. ഒരു മിനിറ്റ്, എൻ്റെ പുസ്തകം താഴെ പോയി. ഓക്കെ, അതിനിടയ്ക്ക് ടെക്സ്റ്റ് താഴെ പോയി. അവർ പറഞ്ഞിട്ടുണ്ട് ഈ നമ്പേഴ്സിന്, അതായത് നമ്മൾ ആദ്യം ചെയ്തത് 1 4 7 28 അവർ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അതിന് പകരം നിങ്ങൾ വേറെ ഏതെങ്കിലും നമ്പേഴ്സ് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ കുറച്ച് നമ്പേഴ്സ് തരാം. നിങ്ങളത് തന്നെത്താനെ ചെയ്തിട്ട് കിട്ടുന്നുണ്ടോ നമ്മൾ ഇതേപോലെ തന്നെ ചെയ്യണം. അപ്പം നമ്പേഴ്സ് നിങ്ങൾ ഏത് എഴുതണമെന്ന് അറിയാമോ? ഇവിടെ 2, ഇവിടെ 5, എന്നിട്ട് 8, ഇവിടെ 29. ഞാൻ 4 നമ്പേഴ്സ് തരുക. 2 5 8 29. ഇത് നിങ്ങൾ തന്നെ ചെയ്യുക. എന്നിട്ട് എനിക്ക് കമൻറ്റ് ബോക്സിൽ ഇടുകയാണ് ഇതിലുള്ള. നിങ്ങൾ ചെയ്തിട്ട് ഈ ആൻസർ, ഈ കോളം ചെയ്ത് നോക്കുക. എന്നിട്ട് ഈ കോളം ഫില്ല് ചെയ്തിട്ട് നിങ്ങൾ അതിൻ്റെ ഫോട്ടോ എടുത്ത് എനിക്ക് ഇട്ട് തരണം. ഞാൻ നോക്കട്ടെ എത്ര പേര് ചെയ്യുന്നുണ്ടെന്ന്. സിമ്പിൾ മക്കളൊന്നുമില്ല. ആദ്യം നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ഫസ്റ്റ് റോ ചെയ്യണം,
സെക്കൻഡ് റോ, ഫസ്റ്റ് റോയും സെക്കൻഡ് റോയും കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാം കോളം വൈസ് ചെയ്താൽ മതി. എളുപ്പമല്ലേ? നിങ്ങൾ ചെയ്ത് നോക്കുക. അതായത് ഇത് നിങ്ങൾക്ക് ഞാൻ പറയുന്ന എക്സാമിന് വരത്തില്ല, അത് ഉറപ്പാണ്. ഇത് ഇങ്ങനെ കോളത്തിലൊന്നും എഴുതാനൊന്നും വരത്തില്ല. പക്ഷേ എന്ത് വരും, ഇത് നമ്മളെ കോമൺ ഡിഫറൻസ് പൊസിഷൻസ്, ഡിഫറെൻറ്റ് പൊസിഷനിൽ കിടക്കുന്ന നമ്പേഴ്സിൻ്റെ കോമൺ ഡിഫറൻസ് കാണാനും അത് വെച്ചൊരു അരിത്മെറ്റിക് സീക്വൻസ് ഉണ്ടാക്കാനും വേണ്ടി നിങ്ങൾക്കുള്ള പ്രാക്ടീസാണ്. മനസ്സിലായില്ലേ മക്കളെ? എല്ലാവരും ഇത് ചെയ്ത് നോക്കുക. ആദ്യം ഒന്ന് കാണുക, പിന്നെ തന്നെ ചെയ്യുക. ഞാൻ ഈ തന്നിരിക്കുന്ന ഹോംവർക്ക് കൂടെ ചെയ്യുക. എന്നിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, താങ്ക് യു.